നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബവുമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ കുടുംബത്തെ പറ്റി മോശമായിട്ട് പറയുമോ? അതായത് നിങ്ങളുടെ കുടുംബം ത്തിന് വരുമാനമില്ല, കുടുംബം നേരെ അല്ല പോകുന്നത്, അവിടെ വലിയ പ്രശ്നങ്ങളാണ്, ആകെ തകർന്നിരിക്കുകയാണ് കുടുംബം എന്നൊക്കെ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ അയൽ വീട്ടിൽ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറയുമോ? ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സാധാരണഗതിയിൽ സാധാരണ മനോബലം അല്ലെങ്കിൽ മനോനിലവാരത്തിലൊക്കെ ഉള്ളവരൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യില്ല. അത്തരം ചെയ്യുന്നെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു മനോവൈകല്യം ഉണ്ടായിരിക്കുമെന്നാണ്. രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ പോയിട്ട് പറയുകയാണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ പിന്നാക്കം പോകുന്നു, നിർമ്മാണ മേഖല ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയാണ് ചെന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പറയുന്ന. വിദേശത്ത് പോയിട്ട് ഇന്ത്യയുടേത് തകർന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന് പലതവണ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വളർന്നിട്ടില്ല, ഇന്ത്യക്ക് ഒരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലാണ് രാഹുൽ ഗാന്ധി പോയത്. ജർമ്മനിയിൽ പോയ സാഹചര്യം ഓർക്കണം. പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിപ്പ് ലംഘിച്ചാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ ചെല്ലുന്നു. ജർമ്മനിയിൽ ചെന്നിട്ട് മ്യൂണിക്കിലാണ് ചെല്ലുന്നത്. മ്യൂണിക്കിൽ ചെന്നിട്ട് അവിടെ BMW പ്ലാന്റ് സന്ദർശിക്കുകയാണ്. BMW വലിയ പ്ലാന്റാണ് അവിടെ ഉള്ളത്. ആ പ്ലാന്റിൽ ചെല്ലുന്നു. അവിടുത്തെ ഏറ്റവും ആദ്യത്തെ BMW ആദ്യകാലഘട്ടങ്ങളിലുള്ള കാറുകൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്ലാന്റ് സന്ദർശിക്കുന്നു. ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് TVSമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന പദ്ധതികളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ്, ഇന്ത്യയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞതാണ്. ഈ പറയുന്ന സുപ്രധാനമായിട്ടുള്ള വളർച്ച ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ചെന്ന് പറയുന്നത് ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ച നിർമ്മാണ മേഖലയാണ്. നിർമ്മാണ മേഖലയിലും ഉൽപ്പാദക മേഖലയിലും വലിയ തോതിൽ വളർച്ച കൈവരിച്ചാലേ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. ഇവിടെ അത് ഗംഭീരമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതില്ല, ഇത് തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഉൽപ്പാദനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ പോയിട്ട് പറയുന്നത്. എന്ത് അസംബന്ധമാണ്! ജർമ്മൻകാർ തന്നെ അന്തം വിട്ടുപോയി. കാരണം ജർമ്മനിയെ വരെ പിന്നിലാക്കിക്കൊണ്ട് പല മേഖലകളിലും നമ്മൾ കുതിച്ചുയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി ചെന്നിട്ട് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മാണ മേഖലയൊക്കെ താഴേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല എന്നൊക്കെ. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു വൃത്തികേടാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത്! ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ്. നമുക്ക് ഒരു വിദേശി വന്നിട്ട് അവരുടെ രാജ്യത്തിനെ പറ്റി ഇവിടെ നിന്ന് കുറ്റം പറയുന്നത് കേൾക്കാൻ സാധിക്കുമോ? സാധിക്കില്ല എന്നുള്ളതാണ് ഉത്തരം. അവരവരുടെ രാജ്യത്തെ ഒരിക്കലും ഇവിടെ വന്ന് കുറ്റം പറയില്ല. അതവിടുത്തെ പ്രതിപക്ഷ നേതാവായാലും ശരി തന്നെ, ആ രാജ്യത്തെ ഏതൊരു വ്യക്തിയായാലും ശരി തന്നെ, അവരുടെ രാജ്യത്തെ പറ്റി ഇവിടെ വന്നിട്ട് ഒരിക്കലും കുറ്റം പറയുന്നത് കേൾക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു നേതാവ്, എത്രയെത്ര നേതാക്കൾ ഇന്ത്യയിൽ വരുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പല നേതാക്കളും പല പ്രതിനിധികളും ഇവിടെ വരാറുണ്ട്. അവരാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോട്ടെ. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു നേതാവോ ഇല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ പോയിട്ട് വിദേശത്ത് പോയിട്ട് ഇന്ത്യയെ കുറ്റം പറയുന്നത് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കമ്മ്യൂണിസ്റ്റുകൾ വിദേശത്ത് പോയിട്ട് കുറ്റം പറയുന്നത് കേൾക്കാൻ പറ്റും. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഗൾഫിൽ പോയിട്ട് പറഞ്ഞ റഹീമുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ട് ഈ പറയുന്ന വി ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് നരേന്ദ്രമോദി എന്നാണ് റഹീം വിദേശത്ത് പോയിട്ട് പറഞ്ഞത്. അറബി രാജ്യത്ത് പോയിട്ട് പറയുകയാണ് ഞങ്ങൾ അവർക്കെതിരെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്! സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് വിദേശ രാജ്യത്ത് പോയി പറഞ്ഞ നേതാവാണ്. പേര് റഹീം എന്നാണ്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതിലൊന്നാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഈ പറയുന്ന വിദേശത്ത് പോയിട്ട്, ജർമ്മനിയിൽ പോയിട്ട്, മുമ്പ് വിദേശ സർവകലാശാലയിലൊക്കെ പോയിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ തകർന്നതാണെന്ന്. പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യക്കകത്ത് തന്നെ പോയിട്ട് സ്വച്ഛ ഭാരത് വിജയിച്ചോ എന്ന് ചോദിച്ചു കുട്ടികളുടെ അടുത്ത്. കുട്ടികൾ പറഞ്ഞ് വിജയിച്ചു. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ അപഹാസ്യനായിട്ടുണ്ട് രാഹുൽ ഗാന്ധി പലയിടത്ത് പോയിട്ടും. സ്വന്തം രാജ്യത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക, സ്വന്തം രാജ്യത്തിനെതിരായിട്ട് പ്രസംഗിക്കുക, സ്വന്തം രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിനെ ഇല്ലായ്മ ചെയ്ത് കാണിക്കുക, ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം. അതേ രീതിയിലുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ രാജ്യവിരുദ്ധരാണ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. രാജ്യത്തിനകത്ത് നമുക്ക് വിയോജിപ്പുണ്ടാകാം, യോജിപ്പുണ്ടായിരിക്കാം. BJPക്കാരിൽ പോലും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക്, കോൺഗ്രസ്സുകാർക്ക്, ഏത് പാർട്ടിയിൽപ്പെട്ട BJPക്കാരനായാലും ശരി തന്നെ അവന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ? വ്യത്യാസമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എങ്കിൽ പോലും അവൻ രാജ്യത്തിനകത്ത അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംസാരിക്കാം, അതാർക്കും സംസാരിക്കാം.
പക്ഷേ അതൊന്നും രാജ്യവിരുദ്ധമാവില്ല എന്നുള്ളതാണ്. ബി ജെ പിക്കാർ സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് രാജ്യവിരുദ്ധമാകില്ല. പക്ഷേ രാജ്യവിരുദ്ധമായിട്ട് രാജ്യത്തിനകത്ത് തന്നെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസ്സുകാർക്കും വിദേശത്ത് പോയാലും അത് തന്നെയാണ് പാടി നടക്കാൻ ഇഷ്ടം. നമുക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇവിടെ പറയണം, അത് സ്വന്തം കുടുംബമാണെന്ന് കണക്കാക്കണം, അത് സ്വന്തം രാജ്യമാണെന്ന് കണക്കാക്കണം. ഈ രാജ്യത്തോട് കൂറില്ലാത്തവർ വിദേശത്ത് പോയി ഇത്തരത്തിൽ ഈ രാജ്യത്തിനെതിരെ കുറ്റം പറയും. കാരണം അവർക്ക് സ്വന്തം രാജ്യമായിട്ട് ചിലപ്പോൾ കാണുന്ന അറബി രാജ്യത്തെ ആയിരിക്കും, ചിലപ്പോൾ ഇറ്റലി ആയിരിക്കും സ്വന്തം രാജ്യമായിട്ട് കാണുന്നത്, മാതൃരാജ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക്, അപ്പോൾ ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള മനോവ്യവസ്ഥ ഉള്ളവർക്ക് വിദേശത്ത് പോകുമ്പോൾ സ്വന്തം രാജ്യത്തെ ഇകഴ്ത്തി കാട്ടുക, സ്വന്തം പ്രധാനമന്ത്രിയെ കുറ്റം പറയുക, സ്വന്തം സംവിധാനങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുക, ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെയാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണം. കാരണം അവർക്ക് ചോറ് ഇവിടെയും കൂറവിടെയുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വിദേശത്ത് പോയപ്പോഴും ഇതേ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പലതവണ നടത്തിയിട്ടുണ്ട്. ഒരു തവണയൊന്നും അല്ല ഇത് നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ വളർച്ച എങ്ങനെയാണ് എന്നവർ ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിനിടെ ആകെ ഉള്ള ഇലക്ട്രോണിക്സ് നിർമ്മാണം രംഗത്ത് 495% വളർച്ചയാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. കയറ്റുമതിയിൽ 760% വളർച്ച ഇന്ത്യ കൈവരിച്ചു. 1991 മുതൽ തദ്ദേശീയ വാഹന നിർമ്മാണത്തിൽ 14 മടങ്ങ് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ആൾക്കാർ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം മുതലുള്ള ഇങ്ങോട്ടുള്ള കണക്കെടുത്തിട്ടാണ് പറയുന്നത് 14 മടങ്ങ് വർദ്ധിച്ചു. അതായത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിർമ്മാണ മേഖലയിൽ ഇന്ത്യ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നോ അന്നും? അപ്പോൾ നമുക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തോട് ഇന്ത്യയുടെ യാതൊരു വിയോജിപ്പുമില്ല, യാതൊരു വിരോധവുമില്ല, വിയോജിപ്പുകളുണ്ടാവാം. പക്ഷേ രാജ്യത്തിനകത്തേ പറയുള്ളൂ. കോൺഗ്രസ് ഭരിച്ചാലും ഈ രാജ്യത്തിൻ്റെ വെളിയിൽ പോയിട്ട് ഈ രാജ്യത്ത് ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി വെറും വൃത്തികെട്ടവനാണ്, ഒന്നിനും കൊള്ളില്ലാത്തവനാണ്, ഈ പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ച കൊള്ളില്ലാത്തവനാണെന്ന് ഒരു BJP-കാരനോ ഒരു മനുഷ്യനോ ഒരു രാഷ്ട്രബോധമുള്ള ഒരു ഇന്ത്യക്കാരനോ പറയില്ല എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ വാഹന നിർമ്മാണം, അതായത് 50 ദശലക്ഷം വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പാസിറ്റിയിലേക്ക് ഇന്ത്യ ഉയരുമെന്നാണ് പറയുന്നത്. 2047 ആകുമ്പോൾ ലോകത്തു നിന്നുള്ള വാഹന നിർമ്മാതാക്കളിൽ ആദ്യത്തെ 2-1 ഇന്ത്യ ആയിരിക്കും, ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി ആയിരിക്കുമെന്നും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ ഈ വിധത്തിലാണ്. GDP-യുടെ വളർച്ച 8.2% ഉയർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ജപ്പാനെയാണ് പിന്തള്ളി നമ്മൾ ഇപ്പോൾ മുന്നേറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലും മനസ്സിലാകുന്നില്ല രാഹുൽ ഗാന്ധിക്ക്. സേവന നിർമ്മാണ രംഗത്ത് ആഗോളതലത്തിൽ 4ാം സ്ഥാനത്താണ്. നമ്മുടെ സൈനിക മേഖലയിൽ നമ്മൾ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയൊക്കെ അധികം വൈകാതെ ഇന്ത്യ മറികടക്കും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്രയേറെ നമ്മൾ പ്രതിരോധ രംഗത്തൊക്കെ ഉയർന്നു കഴിഞ്ഞു, വലിയ രീതിയിലുള്ള വളർച്ച ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞു. അങ്ങനെ വികസിച്ച് നിൽക്കുന്ന ഇന്ത്യയെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല രാഹുൽ ഗാന്ധിക്ക്. കാരണം രാഹുൽ ഗാന്ധിക്ക് കൂറ് ഈ രാജ്യത്തോടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഒരു പാർലമെൻറ്റേറിയൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളതാണ്. വിദേശത്തൊക്കെ നമ്മൾ പറയുന്നത് ഷാഡോ ക്യാബിനറ്റ് എന്നാണ് ഈ പറയുന്ന ലീഡർ ഓഫ് ഒപ്പോസിഷനെ പറയുന്ന പേര്. അപ്പോൾ ഷാഡോ ക്യാബിനറ്റായിട്ട് നിലനിൽക്കേണ്ടതിന് പകരം വിദേശത്ത് ഇറക്കുകയാണ്. ഇതാദ്യമല്ല. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയും സുഖചികിത്സയും നമുക്കറിയാമല്ലോ. തായ്ലാൻഡിലൊക്കെ പോയിട്ട് സുഖചികിത്സ നടത്താറുണ്ടല്ലോ. ധ്യാനത്തിന് പോകുന്നതെന്നാണ് പറയുന്നത്. ധ്യാനിക്കാനായിട്ട് തായ്ലൻഡിൽ പോയാലേ പറ്റുള്ളൂ. അങ്ങനെ ധ്യാനിക്കാനായിട്ടൊക്കെ തായ്ലൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചർച്ചകളിലൊന്നും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. നേരെ വിദേശത്തേക്കാണ് പോകുന്നത്. ഇതിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി 5 വട്ടമാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസത്തിൽ ലണ്ടനിൽ പോയി, സെപ്റ്റംബറിൽ മലേഷ്യയിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ നിന്നൊന്നുമില്ല, അധിക സമയം നിന്നില്ല. നേരെ ബ്രസീലിലേക്കും അവിടുന്ന് കൊളംബിയയിലേക്കുമായിട്ടാണ് രാഹുൽ ഗാന്ധി പോയത്. 2015 ധ്യാനിക്കാനെന്ന് പറഞ്ഞ് തായ്ലൻഡ്, മ്യാൻമാർ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. 2018 ബജറ്റ് സമ്മേളന സമയത്ത് വിദേശ യാത്ര നടത്തിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് മിക്കവാറും ഈ പറയുന്ന യാത്രകളൊക്കെ നടത്താറുള്ളത്. ഇല്ലെങ്കിൽ ബജറ്റ് സമ്മേളനം പ്രധാനപ്പെട്ട ഇപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച നടക്കുമ്പോൾ വിൻ്റർ സെഷൻ്റെ ചർച്ച നടക്കുകയാണ്. അപ്പോഴും രാഹുൽ ഗാന്ധി വിദേശത്താണ്. 2019 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ പോയി. ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ 2019 ഒക്ടോബറിൽ ഹരിയാന, മഹാരാഷ്ട്ര ഇലക്ഷൻ നടക്കുന്ന സമയത്ത്
രാഹുൽ ഗാന്ധി ബാങ്കോക്കിലായിരുന്നു. അതിന് തൊട്ട് മുമ്പാണ് ബാങ്കോക്കിലേക്ക് പോയി. 2019 ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ദക്ഷിണ കൊറിയയിലായിരുന്നു ഉല്ലാസയാത്ര. 2020 കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി ഇറ്റലിക്ക് പോയി. ഇറ്റലിയോട് പിന്നെ ഒരു പ്രത്യേക മമത കാണുമല്ലോ. അപ്പോൾ 2023 ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്താണ്. അതായത് 2018 അതെ, 2023 അതെ. 2025 സെപ്റ്റംബറിൽ പഞ്ചാബ് ഹിമാചൽ ഇലക്ഷൻ, ഈ പറയുന്ന പഞ്ചാബിലും ഹിമാചലിലും ഒക്കെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വലിയ മഴ, കടുത്ത നാശം വിതച്ചപ്പോഴും രാഹുൽ ഗാന്ധി മലേഷ്യയിലായിരുന്നു. യാതൊരു തരത്തിലും ഈ രാജ്യത്തോടോ ഈ ജനങ്ങളോടോ ഒരു കൂറുമില്ലാത്ത ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഈ രാജ്യത്തിന് വെളിയിൽ പോയിട്ട് രാജ്യത്തെ കുറ്റം പറയുക, പ്രധാനമന്ത്രിയെ കുറ്റം പറയുക, ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ പുരോഗതിയെ ഇല്ലായ്മ ചെയ്യുക, ഇന്ത്യക്കാരുടെ സ്വാഭിമാനത്തിനെ ഇല്ലായ്മ ചെയ്യുക. ഈ ശക്തിയോട്, ഈ ഭാരതം എന്ന ശക്തിയോടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്, അതിനെതിരെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചെന്ന് പറയുക. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എങ്ങാനും അബദ്ധത്തിൽ ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ എന്നും രാഹുൽ ഗാന്ധി അനുഗ്രഹിക്കണമേ ദൈവമേ എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം എങ്ങാനും ഈ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ അതിനപ്പുറം ഇന്ത്യക്ക് വരാനൊന്നുമില്ല. ഈ കലിയൊക്കെ വരും എന്നൊക്കെ പറയില്ലേ, അതിനപ്പുറം സർവനാശം വരാനില്ല. എന്നും ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി ഇരിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ.